ഉടമകളെ കോൺട്രാക്ടർ കബളിപ്പിച്ചെന്ന് പരാതി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന കമ്പനി ഉടമകൾ തട്ടിയത്. വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയത് ചോദ്യം ചെയ്ത സ്ഥലം ഉടമകളെ ഇവർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകിയാണ് ഇവർ ആളുകളെ ആകർഷിച്ചിരുന്നത്. 60 ലക്ഷം രൂപ ലിയോന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ലിയോനെ മാത്രല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ലിയോനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലിയോനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ഫോൺ ഞങ്ങൾ ആരോട് ഓഫീസിൽ പോയത് നിങ്ങളില്ല. നിങ്ങൾ അന്വേഷിച്ച ഓഫീസിൽ പോയിട്ടില്ല. വീട്ടിൽ നിന്ന് സംസാരിക്കാൻ ഞാനൊന്നും അതിനെ എന്റർടൈൻ ചെയ്യില്ല. എന്റെ വീട്ടിൽ ഒരു തേങ്ങ നടക്കില്ല. ഇനി ഒരു സാധനം കേട്ടോ എല്ലാം ഇങ്ങനെ ചെയ്യണമെങ്കില്ല എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതാണ്. വീട് നിർമ്മിച്ചു നൽകാൻ പണം നൽകിയെങ്കിലും പാതി വഴിയിൽ നിർമ്മാണം മുടങ്ങിയതോടെ ഇത് ചോദിച്ചെത്തിയ സ്ഥലമുടമയോടുള്ള കോൺട്രാക്ടറുടെ പ്രതികരണമാണിത്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 40-ലധികം വീടുകളാണ് മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന കമ്പനി നിർമ്മാണം പൂർത്തിയാക്കി നൽകാനുള്ളത്. തൃശൂർ സ്വദേശിയായ സിഇഒ ലിയോ ജോർജ്, ഡയറക്ടർ കൃഷ്ണപ്രസാദ്, സഹ ഉടമ KG ശരത് എന്നിവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കോൺട്രാക്ടിന്റെ പേരിൽ തട്ടിയത്. ഉള്ള താമസിക്കുന്ന വീട് നിന്ന് മാറാം, 13 മാസം കൊണ്ട് ഒരു കരാർ തീർത്ത് പണി തരുന്ന തന്നെ. അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് മാറി വേറെ ഈ പുതിയ വീട്ടിലേക്ക് വരാമല്ലോ. ഇതിപ്പോൾ 2 വർഷമായിട്ട് നമുക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. നമ്മളവിടെ നിന്ന് മാറും ചെയ്ത് നമുക്ക് പുതിയ വീട് കിട്ടും ചെയ്തില്ല. ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. നമ്മൾ ലോൺ എടുത്ത് EMI അടയ്ക്കണത് ഞാൻ ഇനി 60 വയസ്സ് വരെ എത്തിയാലും അവന് കൊടുത്ത പൈസയ്ക്ക് EMI അടച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എൻ്റെ നിന്ന് കട്ടെടുത്ത മോഷ്ടിച്ച പൈസയ്ക്കാണ് ഞാൻ EMI അടയ്ക്കുന്നത്. പകുതി പണിയാകുമ്പോഴേക്കും നമ്മുടെ അടുത്ത് ചോദിക്കും, അടുത്തത് തുടങ്ങണമെങ്കിൽ ഞങ്ങൾ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മുൻകൂർ എപ്പോഴും നമ്മുടെ നിന്ന് പൈസ വാങ്ങിക്കുകയാണ്. അപ്പം നമ്മൾ അവനുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ വീണ്ടും കൊടുക്കുന്നു. അങ്ങനെ അവസാനമായപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഇനിയും ഈ സ്റ്റേജിലെല്ലാം ഇതും പണി തീർത്തിട്ട് ഞങ്ങൾ അടുത്ത ക്യാഷ് തരുള്ളൂ എന്ന് പറഞ്ഞു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ബലം പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നടത്താൻ പറ്റാത്തത്. നിങ്ങൾ ക്യാഷ് തരുവാണെങ്കിൽ ഞങ്ങൾ അടുത്തത് വീണ്ടും നടത്തും. എത്രയും വേഗം ഞങ്ങൾ പണി തീർക്കുന്നു. കോൺട്രാക്ട് എടുക്കുന്ന ആളിൽ നിന്നെല്ലാം നിർമ്മാണം നടക്കുന്നതിന് മുൻപേ കൂടുതൽ പണം ആവശ്യപ്പെടും. പണം നൽകി കഴിഞ്ഞാൽ ആദ്യ ഒരാഴ്ച എന്തെങ്കിലും നിർമ്മാണ ജോലികൾ നടക്കും. അതിനുശേഷം പിന്നീട് ഒരനക്കവും ഉണ്ടാകില്ലെന്ന് വീട് വെക്കാൻ കോൺട്രാക്ട് നൽകിയവർ പറയുന്നു. പണി ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് പണി തുടങ്ങിയത്. അഡ്വാൻസ് വാങ്ങിച്ച് പണി തുടങ്ങി. ആദ്യം ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത് അഡ്വാൻസ് ചോദിക്കും. പൈസ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥിരം 2 പണിക്കാരൊക്കെയാണ് വരുന്നത്. അത് 5 ദിവസം വരും. അത് കഴിഞ്ഞാൽ പിന്നെ പണിക്കാർ വരത്തില്ല. അങ്ങനെ വന്ന് ഇവർ പറയുന്നത് ഇനിയും നിങ്ങൾ പൈസ തന്നാലാണ് അടുത്ത സ്റ്റേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തേപ്പ് കഴിയുന്നതിന് മുന്നേ പുട്ടിയിടാൻ തുടങ്ങുവാണ്. അപ്പോൾ പുട്ടിയിട്ട് നമ്മൾ പറഞ്ഞ തേപ്പ് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ പോരെ, അല്ല പുട്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, പുട്ടിയുടെ പൈസ ആയോ എന്ന് പറഞ്ഞ് വരുവാണ് നമ്മുടെ അടുത്ത്. ഇത്രയും ഇതാണ് അവൻ എനിക്ക് ചെയ്തു തന്നത്. ഒരു 2-3 വർഷം എടുത്തു ഇത് ചെയ്യാനായിട്ട്. അപ്പം ഈ ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലിൻഡിൽ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ കട്ട വയ്ക്കാൻ തന്നെ ഇവൻ പറഞ്ഞു അത് അവന്റെ ലാസ്റ്റത്തെ വർക്കാണ്. അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി ഓഫറുകളുള്ള പരസ്യം നൽകിയാണ് ഇവർ ആളുകളെ ആകർഷിച്ചിരുന്നത്. അഭിഭാഷകർ ഉൾപ്പെടെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് സൂചന. എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിൽ സിഇഒ ലിയോ, ഡയറക്ടർ കൃഷ്ണപ്രസാദ് എന്നിവർ അറസ്റ്റിലായെങ്കിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. ശരത് ഇപ്പോഴും ഒളിവിലാണ്. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിൽ നിന്ന് കളം മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പിനുള്ള തയ്യാറെടുപ്പിലാണിവർ. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം എന്ന് സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് ലിയോയ്ക്ക് പണം നൽകിയ ഓരോരുത്തരും പരസ്പരം ചോദിക്കുന്നത്. വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയതോടെ ഇതൊന്ന് പൂർത്തിയായി കാണാൻ മറ്റു പല വഴികളും തേടുകയാണിവർ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിഷ്ണു S ആനന്ദിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.